ഹലോ. ചില ദിവസങ്ങൾ എന്ത് ചെയ്താലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ചില ദിവസങ്ങൾ വരും. എല്ലാത്തിനോടും ദേഷ്യം, ആകെ മൂഡ് ഔട്ട്, ഇരുന്നിടത്ത്, കിടന്നിടത്ത്, അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാവരുടെ ലൈഫിലുണ്ടാവും അല്ലേ? അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ അതിന് വിട്ടുകൊടുക്കരുത്. ഓക്കെ, നമുക്ക് സന്തോഷം തരുന്ന എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് ദേഷ്യം വരും, സങ്കടം വരും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്താണ് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെന്ന് ചോദിച്ചാൽ ചിലർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്ന ദിവസങ്ങളിൽ എത്രത്തോളം സ്ട്രെസ്ഡ് ഔട്ടാണോ അത്രത്തോളം ഈ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം. ആ ഒരു മൂഡിൽ നിന്ന് നമ്മൾ മാറാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലർക്ക് ഫാമിലിയോട് കുറച്ച് നേരം ഇരുന്നാൽ ഓക്കെ ആവും. ചിലർക്കൊരു നല്ല സുഹൃത്തിനോട് കുറച്ച് നേരം സംസാരിച്ചാൽ ഓക്കെ ആവും. ചിലർക്കൊരു സിനിമ കണ്ടാൽ മതിയാവും. ചിലർക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതിയാവും. എന്താണ് അത് നമുക്ക് സന്തോഷം തരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളത് ചെയ്ത് ഹാപ്പി ആയിരിക്കണം. ബിക്കോസ് നമ്മളുടെ ഹാപ്പിനെസ് ഈ ലോകത്ത് മറ്റാരേക്കാളും നമ്മുടെ മാത്രം ആവശ്യമാണ്. ഓക്കെ, നമ്മളെ ഹാപ്പി അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. മനസ്സിനെ ബാധിച്ചാൽ പിന്നെ ശരീരത്തിനെ ബാധിക്കും. പിന്നെ ആകെ പ്രശ്നമായിരിക്കും. ഇപ്പം നമ്മളൊരു പാരൻ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ദേഷ്യം കാണിക്കുന്നത് നമ്മുടെ പാർട്ട്ണറിനോടും നമ്മുടെ മക്കളോടും ഒക്കെ ആയിരിക്കും. പിന്നെ കുടുംബത്തിലെ സമാധാനം ആകെ പോകും. സോ നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. നമ്മൾ ഹാപ്പി ആയിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ഹാപ്പി ആവുക. നമ്മൾ ഈ മൊബൈലിലൊക്കെ ചാർജ് ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ വേഗം കൊണ്ട് ചാർജിന് കുത്തിയിടും അല്ലേ? അതുപോലെ നമ്മുടെ ലൈഫിലെ ബാറ്ററി ഡൗൺ ആകുന്ന കാണുമ്പം വേഗം തന്നെ അതിനെ ചാർജ് ചെയ്യുക. ആ ഒരു മൂഡിൽ നിന്ന് വേഗം മാറി ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, സോ റീചാർജ് യുവർ ബാറ്ററി ബിഫോർ ഇറ്റ് ഡൈസ്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിരിക്കും. സോ ഹാപ്പിനെസ്സിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ എന്താണ് ഹാപ്പി ആക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ചെയ്ത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.